ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ കസാക്കിസ്ഥാനിലെത്തി. കസാക്കിസ്ഥാൻ്റെ ബോർഡർ ജസ്റ്റ് കടന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഹൈവേയിലാണ് ഉള്ളത്. കിർഗിസ്ഥാനിലേക്ക് അൽമാട്ടിക്ക്, കസാക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ അൽമാട്ടിയിലേക്കുള്ള റൂട്ടിലാണ്. ഇത് നോക്കി, എൻ്റെ പുറകിൽ എന്തോ കാണുന്നതെന്ന്. ഇത് എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ ഈ രണ്ട് സൈഡിലും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ബൈക്കിലാണ് പുള്ളിക്കാരൻ ആടിനെ മേയ്ക്കണത്. കസാക്കിസ്ഥാനിലെ ഓയിൽ റിഫൈനറി ആയി കാണുന്നത്. അവർ തന്നെ സ്വന്തമായിട്ട് കുഴിച്ചെടുത്ത് HHK കസാക്കിസ്ഥാന്റെ ഭൂപ്രകൃതി. കസാക്കിസ്ഥാനിലെ ഖബറിസ്ഥാൻ. ഒരുപാട് ആൾക്കാരെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. കസാക്കിസ്ഥാനിലെ ആദ്യത്തെ ടൗണാണ്. അവിടുത്തെ വീടുകളുണ്ടാവും. നമ്മുടെ നാട്ടിലെ പോലെ റൂഫിംഗ് ഷീറ്റ് വെച്ചാണ് ഇവർ റൂഫ് പണിയുന്നത്. പക്ഷേ ഇൻസുലേഷനൊക്കെ കാണുമായിരിക്കും. ഇൻസുലേഷൻ ഇല്ലെങ്കിൽ ഭയങ്കര തണുപ്പ് വരുന്ന സ്ഥലമാണ്. ഇവിടെ മൈനസ് വരുന്ന സ്ഥലങ്ങൾ. റഷ്യയിൽ ഇങ്ങനത്തെ വീടുകൾ തന്നെയാണ്. ജോർജിയ എല്ലാ അവിടുത്തെ ഇങ്ങനെ തന്നെ. ഇവിടെ ഹോട്ടാണെങ്കിൽ നല്ല ചൂടും വരും, തണുപ്പിൻ്റെ സമയത്ത് നല്ല തണുപ്പും വരും. മിക്കവാറും 6 മാസം നല്ല തണുപ്പായിരിക്കും. UK ടെമ്പറേച്ചറും തണുപ്പൊന്നും ഒന്നുമല്ല. കസാക്കിസ്ഥാൻ റെയിൽവേ ക്രോസിംഗ് ആണ്. കസാക്കിസ്ഥാനിലെ ട്രെയിൻ ഇതിൽ കടന്നു പോകും. ഒരു സിംഗിൾ ലൈനാണ്. പക്ഷേ ഈ റെയിൽവേ ക്രോസിങ്ങിൻ്റെ അപ്രോച്ചിലോട്ട് അപ്പോൾ കസാക്കിസ്ഥാനിൽ നമുക്ക് 2 ദിവസം ഓടാനുണ്ട് എന്തായാലും. ഏതാണ്ട് ഒരു 1500-2000 കിലോമീറ്ററോളം ഏകദേശം ഓടാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കിർഗിസ്ഥാനിലേക്ക് പോകും. അപ്പോൾ ഇന്നൊരു 4 മണിക്കൂറും കൂടിയും വണ്ടി ഓടാനുണ്ട്. വണ്ടി ഓടിച്ചിട്ട് അടുത്ത ഹോട്ടലിൽ എവിടെയാണ് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് കയറി
ഇന്നലെ റഷ്യയിലായിരുന്നു. റഷ്യയില് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് റൂബിള് ഉണ്ടായില്ല. റൂബിള് മാറാൻ ഇപ്പുറത്ത് റഷ്യയിൽ കടന്നിട്ട് മാറാന്ന് വിചാരിച്ചിട്ടേ നടന്നില്ല. അവിടെ എക്സ്ചേഞ്ച് ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങള് സിറ്റിയിൽ പോയി. സിറ്റിയിൽ ആരും പൗണ്ട് എടുക്കില്ല. അവര് നമ്മുടെ കാർഡും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടി. അങ്ങനെ ഒരു എക്സ് ഇന്ത്യക്കാരനെ കണ്ടുമുട്ടി. അങ്ങനെ അയാൾ ഞങ്ങൾക്ക് കുറച്ച് മണി എക്സ്ചേഞ്ച് ചെയ്ത് തന്നു, ഞങ്ങളുടെ പൗണ്ട് മേടിച്ചിട്ട്. പുള്ളി അതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ എല്ലാം മേടിച്ച് പുള്ളിയുടെ ഫോൺ നമ്പർ തന്നായിരുന്നു. രാത്രി നമ്മൾ ഡ്രൈവിങ്ങിലായിരുന്നു, പക്ഷെ പുള്ളി നമ്മളെ രാത്രി വിളിച്ചു, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നും ചോദിച്ചിട്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ്. ആളുടെ പേര് രജനീഷ് ബീഹാർ സ്വദേശിയാണ്. 99 തുടങ്ങി പുള്ളി ഇവിടെ ഉള്ളതാ. 99 തുടങ്ങി നല്ല ഫ്ലുവൻ്റ് ആയിട്ട് റഷ്യൻ സംസാരിക്കും. UK നിന്ന് പോകുന്നതിന് ശേഷം ഇപ്പം ഇത്ര ദിവസമായിട്ട് ഒരു സ്ഥലത്ത് പോലും നോർമൽ ബോർഡർ ചെക്കിംഗ് അല്ലാതെ വഴിയിൽ പല സ്ഥലത്തും പോലീസിനെ കണ്ടിട്ടുണ്ടെങ്കിലും അവർ നമ്മളെ ഇതുവരെ നിർത്തിച്ചിട്ടില്ല. റഷ്യയില് നല്ല ഹോസ്പിറ്റാലിറ്റി ഒക്കെ വെരി ഗുഡാണ്. അവിടെ എല്ലാവരും വെരി ഹെൽപ്ഫുള്ളാണ്. അവർക്ക് അവിടെ വാറിൻ്റെ കാര്യമൊന്നും അറിയാനേ പാടില്ല. അവിടെ വാറൊന്നും നടക്കണതായിട്ടേ അവർക്കൊരു ഫീലില്ല. ഇതൊരു ലൈക്ക് മരുഭൂമി പോലെയാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇത് ഉപ്പ് പോലെ കിടക്കണത്, വെള്ളം കടൽ വെള്ളം കയറി കിടക്കണത്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ കാസ്പിയൻ സീ ആണ് ഇതിൻ്റെ സൈഡിൽ ഉള്ളത്. കാസ്പിയൻ സീയുടെ സൈഡിലുള്ള മരുഭൂമി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉപ്പാണ് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഈ വേലിയേറ്റത്തിൻ്റെ സമയത്ത് വെള്ളം ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇത് അടിഞ്ഞാണ് ഇവിടെ ഈ ഉപ്പ് വന്ന് കിടക്കുന്നത്. ഉപ്പ് കിടക്കണത് എന്ന് പറഞ്ഞ ഒരു പരിധിയില്ലാത്ത ഉപ്പാണ്. ഉപ്പിൻ്റെ തടാകം തന്നെ നമ്മുടെ ഫ്രണ്ടിൽ. ആവശ്യത്തിലധികം ഉപ്പ് വാരിയെടുക്കാം. പെട്രോളിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 52p അത്രയൊക്കെ ഉള്ളൂ UK പ്രൈസ്. അതായത് 50 രൂപ 55 രൂപയൊക്കെ റഷ്യയിൽ പെട്രോളിനുള്ളൂ. പക്ഷേ കസാക്കിസ്ഥാനിൽ വന്നപ്പോൾ 39p അത്രയേ വരുന്നുള്ളൂ. ഏകദേശം 40 രൂപ 39 രൂപ 40 രൂപ അങ്ങനെയൊക്കെ പെട്രോളിനുള്ളൂ. പിന്നെ ഇവിടെ എല്ലാത്തിനും വിലക്കുറവാണ്. കാരണം ഇവിടെ ഓയിൽ റിച്ച് കൺട്രി ആയതുകൊണ്ടായിരിക്കാം. കാരണം ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ മരുഭൂമികളിൽ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ കണ്ട്, ഇങ്ങനെ സംപിങ് പൈപ്പുകൾ ഒരുപാട് കണ്ടു. അത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടകങ്ങൾ ഇതിലെ നടന്നു പോകുന്നുണ്ട്. ആടുകളെ മേയ്ക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ആട് ജീവിതത്തെ പോലെ തന്നെ. പക്ഷെ ഒരു വ്യത്യാസം, അവര് ബൈക്കിലാണ് ഈ ആടുകളെ മേയ്ക്കണത്. ബൈക്ക് ഓടിച്ച്, കാരണം അത്രയധികം ആടുകളുണ്ട്. ഈ ആടുകളെ ഈ റോഡ് കടത്തലും കൂട്ടി അവര് ബൈക്കിലാണ്. ഒരാൾക്ക് തന്നെ 2000 ആട് മേയ്ക്കുന്നുണ്ടാവും അവര് ഏകദേശം. അപ്പൊ ഈ ബൈക്ക് കൊണ്ടുവന്നിട്ടാണ് ഓടിക്കുന്നത് ആടിനെ. ബൈക്കിൽ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് നമ്മുടെ വെയിൽസിലൊക്കെ പോയി കഴിഞ്ഞ് ട്രൈക്കിലല്ല പോണേ ആടിനെ മേയ്ക്കാൻ. ഇവിടെ പിന്നെ പട്ടിനി ഒന്നും കൊണ്ടുനടക്കണ കണ്ടിട്ടില്ല. പക്ഷെ റോഡില് കുതിരകളെയൊക്കെ വണ്ടി ഇടിച്ചിട്ടിട്ടുണ്ട്. കുതിരകള് റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ വണ്ടി ഇടിച്ച് കിടക്കുന്നത് കാണാൻ പറ്റും. ഞങ്ങളിപ്പോ ഇന്ന് ഉച്ചക്ക് കഴിച്ചത് ഒരു മീറ്റ്. ഇവിടെ സാധാരണ ഹോഴ്സ് മീറ്റ് ഒക്കെ അടിക്കാറുണ്ടെന്നാ പറഞ്ഞത്. ഞാനൊരു അങ്ങനത്തെ ഒരു മീറ്റും എന്തോ സാധനങ്ങളൊക്കെ കൂടി കഴിച്ചു. നമുക്ക് അതിന്റെ പേര് പറഞ്ഞു തരാനായിട്ടുള്ള കപ്പാസിറ്റി അവർക്കില്ല. നമുക്ക് അതിന്റെ ഭാഷ അറിയാൻ പാടില്ല. ജോബി ഒരു സാൻഡ്വിച്ച് കഴിച്ച. ഞാൻ അവിടുത്തെ ലോക്കൽ ഫുഡ്. പക്ഷെ ഹോഴ്സ് ആയിരിക്കാം ചിലപ്പോ, പറയാൻ പറ്റില്ല. പിന്നെ റോഡ് ഇങ്ങനെ നിവർന്ന് കിടക്കാണ് ഒരുപാട് നീളത്തിൽ. നമ്മുടെ വിൻസ്ക്രീൻ ഇത്തിരി വൃത്തികേടായിരുന്നു, അതുകൊണ്ട് ഒരു മാർക്കുകളൊക്കെ ഉണ്ട്. എന്നാലും മരുഭൂമി ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 37. മരത്തിൻ്റെ ഒരു കണിക പോലും നമുക്ക് കാണാനില്ല. ഇവിടെ ചിലയിടത്ത് മരുഭൂമി പോലെയാണെങ്കിൽ ചിലയിടത്ത് ഒരു തടാകങ്ങൾ പോലെ വെള്ളം കിടക്കുന്നതാണ്, പച്ച കളറിൽ വെള്ളം. ഇതാ ഈ മരുഭൂമിയിൽ ഒരു ട്രെയിൻ പോയോണ്ടിരിക്കുക. വളരെ സ്ലോ. ഒരു ഗുഡ്സ് ആണ്.
ഇപ്പൊ ഞാനുള്ളത് കസാക്കിസ്ഥാനിലെ ഒരു ചെറിയൊരു വില്ലേജിലാണ്. വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ടൗൺ സെന്റർ. അവിടെ എന്താ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ രാത്രി 11 മണിയായിട്ടോ. ഞാൻ കുളിക്കാനൊക്കെയുള്ള റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ പബ്ബുണ്ട് ഈ സൈഡിൽ. പിന്നെ ഇവിടെ ഒരുപാട് നൈറ്റ് ലൈഫ് ഉണ്ട്. ഇവിടെ വിചാരിച്ച പോലെയൊന്നല്ല, ആൾക്കാർ വെരി ഫ്രണ്ട്ലിയാണ്. ഉണ്ടാവും ഇവിടെ ഒരു ഫാസ്റ്റ് ഫുഡ്, അങ്ങനെ കുറേ അങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. എല്ലാം ഓപ്പണാണ് ഇപ്പോഴും 11 o'clock. ഇപ്പോൾ ഈ പബ്ബിൻ്റെ മുന്നിൽ വന്നപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് സെൽഫി എടുക്കണം എൻ്റെ ഒപ്പം നിന്ന്. എന്ത് കണ്ടിട്ടാണെന്നറിയില്ല. ഇവിടെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മുടെ ഒപ്പം നിന്ന് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ കാര്യമാണ്. ഇവിടെ മാത്രമല്ല കേട്ടോ, റഷ്യയിലായാലും കസാക്കിസ്ഥാനായാലും ജോർജിയ ആയാലും തുർക്കി ആയാലും എവിടെ പോയാലും നമ്മുടെ ഒപ്പം നിന്ന് സെൽഫി എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങളുടെ അക്കോമഡേഷൻ ഇന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. കാരണം ഇവിടെ ഹോട്ടൽസ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരാണ് കാറിൽ കൊണ്ടുവന്നാക്കിയിട്ട് എസ്കോർട്ട് പോലെ വന്ന് ഞങ്ങൾ പുറകോടെ ഡ്രൈവ് ചെയ്ത് വന്ന് ഇവിടെ ഒരു അക്കോമഡേഷനിൽ ഞങ്ങളെ കൊണ്ടുവന്നാക്കി. അവിടെ ഒരു ട്രിപ്പിൾ ബെഡ് ഉണ്ട്, ഷവർ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ ഡ്രസ്സെല്ലാം അലക്കാനായിട്ട് ഇട്ടേക്കാണ്. അങ്ങനെ നാളെ ഞങ്ങൾ ഇവിടുന്ന് കസാക്കിസ്ഥാൻ്റെ അതർ സൈഡിലേക്ക് പോവും, കിർഗിസ്ഥാനിലേക്കുള്ള വഴിയിലേക്ക്. അതാണ് നാളത്തെ പ്ലാൻ. ഇവിടെ ഒരുപാട് കാര്യമാണ് നമ്മളെ ഇന്ത്യൻസ് ആണോ എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിക്കും ഇവരെല്ലാവരും. അത് കഴിഞ്ഞിട്ട് നമ്മളെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും, നമ്മുടെ ഒപ്പം ഫോട്ടോ എടുക്കും. ഇവർക്ക് വീഡിയോ അല്ല താല്പര്യം, ഇവർക്ക് ഫോട്ടോയാണ്, സെൽഫി.